എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്ലീവ് ഡിസൈനാണ്. ബ്ലൗസിൻ്റെ സ്ലീവാണിത്. നമ്മളിതിൽ സിമ്പിൾ വർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സിമ്പിൾ വർക്കാണ്, പക്ഷേ നല്ലൊരു ലുക്കാണ് ഈ സ്ലീവ് നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് തരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ തേണ്ടേ നമ്മളിവിടെ ബേസിക് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് 3/4 അളവാണ് വരുന്നത്. നിങ്ങൾക്കിനി ആർക്കെങ്കിലും ബേസിക് സ്ലീവ് കട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മിഷൻ നോർമൽ ത്രെഡാണ്. പിന്നെ നമ്മളിവിടെ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേണ്ട നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തു നിന്ന് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഈ ബോബിനയിലോട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നമ്മൾ ഈ നൂല് ബോബിനയിലോട്ട് ചുറ്റുന്ന സമയത്ത് ബോബിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നൂല് ചുറ്റി എടുത്തേച്ചാൽ മതി. ഒത്തിരി നിറഞ്ഞിരുന്നാൽ നമ്മുടെ ബോബിൻ കേസിനകത്ത് ഇടുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് ഈ ബോബിൻ കേസിനകത്തൂടെ ഈ ബോബിൻ കിടന്ന് കറങ്ങണം. അതിനുള്ളൊരു സ്പേസ് നമ്മളിട്ടിട്ട് വേണം നൂല് ചുറ്റി എടുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ സാധാരണ രീതിക്ക് മിഷനയിൽ ത്രെഡ് ഇട്ട് കൊടുക്കുന്നത് പോലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതേണ്ട നമ്മുടെ സ്ലീവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ആ വരച്ച ലൈനിൽ ടേപ്പ് വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇതുപോലൊക്കെ ഒരു 1/4 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് ഈ സ്ലീവ് ഫുള്ളെ ഒന്ന് ലൈൻ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ലൈൻ ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ തുണിയുടെ അകവും പുറവും നോക്കുക. എന്നിട്ട് അതിൻ്റെ ചീത്തവശത്ത് ഇട്ട് കൊടുക്കുക. അതായത് അകവശത്ത് വേണം ഈ ലൈൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ മെഷീനിൽ ത്രെഡൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ സ്ലീവ് എടുക്കുക, ആ ലൈൻ അടയാളപ്പെടുത്തിയതിലൂടെ അടിച്ചു കൊടുക്കുക. അപ്പം വേണ്ട ലൈൻ വരച്ച് കൊടുത്തതെല്ലാം നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട നമ്മളൊരു ഹാൻഡ് നീഡിലാണ് എടുത്തിരിക്കുന്നത്. അതേ നൂല് കോർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാബ്രിക് ഏതാണോ എടുത്തിരിക്കുന്നത് ആ കളർ തന്നെ ത്രെഡ് വേണം നമ്മൾ നീഡിൽ കോർത്ത് കൊടുക്കാൻ വേണ്ടി. നമ്മളിവിടെ കുറച്ച് ഗോൾഡൻ കളർ പേൾസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് കോർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ സെൻറ്ററിൽ അടിച്ചിരിക്കുന്ന ആ ലൈൻ ഉണ്ടല്ലോ, അതിലാണ് ബീഡ്സ് കോർത്ത് എടുക്കുന്നത്.
ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ അടിവശത്ത് കെട്ടിട്ട് കൊടുത്ത് ആ ത്രെഡ് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അടുത്തത് വേണം കോർക്കാൻ. വേണ്ട നമ്മൾ രണ്ടാമത്തേതും കോർത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പ് വേണമെന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടത്തിന് കോർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അടുത്തടുത്ത് വേണമെങ്കിൽ അടുത്തടുത്ത് കോർക്കാം, ഇല്ലെങ്കിൽ ഇതിലും അകലം വേണമെങ്കിൽ അകലം കൊടുക്കാം. അതിനങ്ങനെ ഒരു അളവില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നേരെ നമ്മൾ ഈ സെൻറ്റർ ലൈനിൽ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ലൈനിൽ ബീഡ്സ് കോർത്തെടുക്കാം. അപ്പം നമ്മൾ ഈ ബീഡ്സ് കോർക്കുമ്പോൾ കണ്ടോ, നമ്മൾ ഇതിൻ്റെ നടുക്ക് വരുന്നത് പോണക്കാണ് കോർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ആ സെൻറ്റർ ലൈൻ കോർത്ത് കൊടുത്തേക്കുന്ന ബീഡ്സ് ഇല്ലേ, ആ ബീഡ്സിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് പോണക്കാണ് രണ്ടാമത്തെ ലൈനിൽ നമ്മൾ അടുത്ത ബീഡ്സ് കോർത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ ആ രണ്ടാമത്തെ ലൈനിലും ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കോർത്ത് കൊടുത്ത ആ ബീഡ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പോണക്കാണ് രണ്ടാമത്തെ ലൈൻസിൽ നമ്മൾ പേള് കോർത്തെടുത്തിരിക്കുന്നത്. ഇത് പോണക്ക് നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കോർത്തെടുക്കാം. അപ്പം നേരെ നമ്മൾ ഫുൾ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സെൻറ്റർ ലൈന്. ഇത് നമ്മളിങ്ങനെ ബീഡ്സ് കോർത്തു. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ആ ലൈൻ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് കോർത്തെടുത്തിരിക്കുന്നത്. ഇനി ആ മൂന്നാമത്തെ ലൈൻ വരുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കോർത്തെ ആ ഇതേ തന്നെ കോർത്തെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിക്കാണ് നമ്മളിതിൽ ബീഡ്സ് കോർത്തെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവ് ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.